കിഴക്കമ്പലത്തേക്ക് പോകാം. കിഴക്കമ്പലത്ത് UDFന്റെ കളത്തിൽ പൂജ്യമാണ്, LDFന്റെ കളത്തിൽ പൂജ്യമാണ്, NDAയുടെ കളത്തിൽ പൂജ്യമാണ്, മറ്റുള്ളവരുടെ കളത്തിൽ 11 എന്ന നമ്പറാണ് തെളിഞ്ഞിരിക്കുന്നത്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാമപ്രസാദ്, 2020-ൽ എങ്ങനെയാണ് വിക്കറ്റ് വീഴ്ച? 2020 ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 11 സീറ്റിലും 2020 ലീഡ് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ അവർ ഭരിക്കുന്ന വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ ഇക്കുറി വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിൽ അവർ പിന്നിലാണ്. ഇക്കുറി അവർക്ക് അടിതെറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം UDF-ഉം 2020-യും ആണ് ഇപ്പോൾ ഈ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. 2020 പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ 2020 ഭരിക്കുന്ന പഞ്ചായത്താണ് മഴുവന്നൂർ. ആ മഴുവന്നൂരിലെ 1-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചു എന്നതും 2020-യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. കിഴക്കമ്പലത്ത് മാത്രമാണ് നിലവിൽ ലീഡുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ പുത്തൻകുരിശും കോലഞ്ചേരി എന്നീ 2 ഡിവിഷനുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് 2020. കോഴിക്കോട് നഗരസഭയിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസ് 3-ാം സ്ഥാനത്തായി എന്ന വാർത്ത വരുന്നു. കോഴിക്കോട് നഗരസഭയിൽ മേയർ സ്ഥാനാർത്ഥിയെ പാതി വഴിക്ക് നഷ്ടമായപ്പോൾ PM നിയാസ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുകയായിരുന്നു. 3-ാം സ്ഥാനത്ത്